വെൽക്കം. SPL എക്സാമിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മുടെ എക്സാമിന് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്നൊരു അതിൻ്റെ ഒരു ഏഹ്, എന്താ പറയുന്ന ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ വീഡിയോ. SPL എക്സാമിന് രണ്ടാഴ്ച മുന്നേ നിങ്ങൾക്ക് ഒരു പ്രീസിൻ തരും, അല്ലേ? പ്രീസിൻ പ്രീസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു കമ്പനിയെ പറ്റി പറയും. മാത്രമല്ല ആ കമ്പനി ഏത് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് എന്നുള്ളതും നമുക്ക് ആ പ്രീസിയനിൽ തന്നിരിക്കും. നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ്, അതായത് പെസ്റ്റൽ അനാലിസിസ് ഉണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, ഒരു മനസ്സിലാക്കി വെക്കുക. റോഡ് ലേണിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല. അപ്പോൾ പെസ്റ്റലിൽ അപ്പോൾ പി എന്താണ്, ഇ എന്താണ്, അതൊക്കെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം വെക്കുക. ഓക്കെ, ആ മനസ്സിലാക്കി വെച്ച് കൊണ്ട് മാത്രം നമുക്ക് ഈ SPL എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റും. SPL എക്സാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ മോഡൽസ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാണ്ടും നമുക്ക് SBL ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. നമ്മൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ കുറേ ഫോർമാറ്റ്സ് ഉണ്ട് അതിന്. അതായത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ എഴുതണം എന്നുള്ളത്. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു റിപ്പോർട്ടായിരിക്കും, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. മെമ്മോറണ്ടം ആയിരിക്കും, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. റിപ്പോർട്ട്, ഡീറ്റെയിൽ റിപ്പോർട്ട് ഉണ്ട്, അതിന് വേറൊരു ഫോർമാറ്റ്. സ്ലൈഡ് പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമുക്ക് ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിൽ ഈ ഫോർമാറ്റുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുന്ന കാര്യം വലിയ പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നിങ്ങളുടെ ഫോർമാറ്റ് ക്ലിയർ ആയിരിക്കണം. അതായത് ഒരു തെറ്റും വരാൻ പാടില്ല. ഫുള്ള് നിങ്ങൾ എഴുതിയിരിക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു അഡ്രസ്സും നമ്മുടെ ഫ്രം അഡ്രസ്സും ഡേറ്റ് സബ്ജക്റ്റ് പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ പേരും ഒക്കെ വെക്കത്തില്ലേ, അതെല്ലാം ഉണ്ടായിരിക്കണം. സല്യൂട്ടേഷനും പോലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവണം. പിന്നെ നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയൊക്കെ ഒന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, അത് നമ്മൾ ഞാനത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്, അതായത് അത് എവിടുന്ന് കിട്ടുമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ സെപ്റ്റംബറിലെ പ്രീസീനാണ്. അപ്പോൾ ഇത് ഒരു മീൽ കിറ്റ് ഇൻഡസ്ട്രിയെ പറ്റിയാണ് പറയുന്നത്, മീൽ കിറ്റ് ബിസിനസ്. ഇതാണ് മെനു ക്രാഫ്റ്റ് എന്നാണ് കമ്പനിയുടെ പേര്. മീൽ കിറ്റ് ഇൻഡസ്ട്രി ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. ദെൻ ഇതിലേക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ ചെയ്തു കഴിഞ്ഞു. അതായത് നിങ്ങൾ ജസ്റ്റ് ഇതിലേക്ക് ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് ഇതേപോലെ ഒരു അനാലിസിസ് തരാൻ പറയുക. എന്നിട്ട് നിങ്ങൾ അത് സിമ്പിൾ ലാംഗ്വേജിൽ തരാൻ പറഞ്ഞാൽ മതി. ഒരു AI എടുത്തിട്ട് അതിൽ സിമ്പിൾ ലാംഗ്വേജിൽ തരാൻ പറയുക. അപ്പോൾ അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടും കമ്പനീനെ പറ്റിയിട്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം തരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീസിൻ ഉണ്ടല്ലോ, ഈ പ്രീസിനിൽ മേക്ക് എ പെസ്റ്റൽ അനാലിസിസ് നിങ്ങൾക്ക് ഇൻഡസ്ട്രി ഉണ്ട്, കമ്പനി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിനെ പറ്റിയും ചോദിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒരു റഫായിട്ട് എന്ത് ചോദിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ മീൽ കിറ്റ് ഇൻഡസ്ട്രി രണ്ടിനെ പറ്റിയായിരിക്കും വരുന്നത്. നോക്കിയോ, ഇപ്പോൾ മെനു ക്രാഫ്റ്റ്, അപ്പോൾ അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എക്കണോമിക് ഇതെല്ലാം ഇവർ തന്നെ തരും. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. അതായത് ഇതിൻ്റെ വെളിയിൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ പ്രീസിൻ്റെ വെളിയിൽ നിന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല. പ്രീസിൻ വെച്ച് മാത്രമായിരിക്കും ഇവർ നമുക്ക് ആൻസർ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഇങ്ങനെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് പോകും. അതായത് പെസ്റ്റലിൻ്റെ കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ മറ്റേ ഫിക്സ് കറാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫോർമാറ്റ്, സോറി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ സിലബസിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ എയുടെ സഹായത്തോടെ കൂടി നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതായത് ഈ കമ്പനിയെ പറ്റി നമുക്ക് നല്ലൊരു അനാലിസിസ് കിട്ടി. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത്, നോർമലി ഇപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറയണം AI ഇതിനറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു
ഇങ്ങനെ ചോദിക്കാം എന്നോട്, അതായത് മേക്ക് എ ക്വസ്റ്റ്യൻ, സോറി, പ്രിപ്പയർ സ്ലൈഡ് പ്രസന്റേഷൻ. ഇങ്ങനെ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു ക്വസ്റ്റ്യൻ തരും. അതായത് ഇങ്ങനെ ഒരു ടാസ്ക് തരും. അതായത് അവർക്ക് തന്നെ അറിയാം, അതായത് എ ഐക്ക് നിങ്ങൾ ഈ എക്സാമിൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഇത് ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് എ ഐക്ക് ഇതെല്ലാം നല്ലപോലെ അറിയാം. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ജെമിനി ആണ്. രണ്ടും ഉപയോഗിക്കാം, ചാറ്റ് ജി പി ടിയോ ഏതായാലും മതി. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ജെമിനിയും ചാറ്റ് ജി പി ടിയും തന്നെ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അവരിങ്ങനെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, 4% സ്ലൈഡ് ഉണ്ടാക്കുക. അതിനുശേഷം ഈ കുറച്ച് കാര്യങ്ങൾ ഇവരിങ്ങനെ പറയും, ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കും. ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടില്ല. പ്രോംപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തരും അവര്, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തു തരും. നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനോട് ആദ്യമേ പറയണം ക്വസ്റ്റ്യൻ മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, ആൻസർ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇട്ട് തരാം. എന്നിട്ട് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്തിട്ട് ACCA മെൻറ്റർ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ നിങ്ങൾ എനിക്ക് ആൻസർ എൻ്റെ അനലൈസ് ചെയ്തിട്ട് തരണം. അങ്ങനെ വേണം പറയാൻ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിത് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ആണ്. AI എന്നോട് പറഞ്ഞു ഒരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ സ്ലൈഡുകൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തു. സ്ലൈഡ് 1 എന്ന് കൊടുത്തു, സ്ലൈഡ് നെയിം കൊടുത്തു, അതിൽ നമുക്ക് ബുള്ളറ്റ് പോയിന്റ് കൊടുത്തു, അതിനുശേഷം സ്പീക്കേഴ്സ് നോട്ട് കൊടുത്തു, പിന്നെ അതിനുശേഷം സ്ലൈഡ് 2, പിന്നെ അത് അതേപോലെ തന്നെ പോയി ഏറ്റവും അവസാനം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് അതേപോലെ കോപ്പി ചെയ്തിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ഇപ്പം ഇവർ തന്നെ ഇങ്ങനെ മാർക്കുകളൊക്കെ ചിലപ്പോൾ പറയും. ഇതിൽ പറഞ്ഞിട്ടില്ല, നോർമലി നിങ്ങൾ ഒരു ചാറ്റ് മാത്രമേ നിൽക്കാവൂ. അതായത് ഇതിപ്പോൾ മീൽ കിറ്റ് ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അത് അതിലേക്ക് മാത്രം നിൽക്കുക. നിങ്ങൾ വേറെ ആ, ഒന്നിലേക്കും പല പല ചാറ്റിലേക്ക് പോകരുത്. ഒറ്റ ചാറ്റിൽ തന്നെ ഇതെല്ലാം ചെയ്യണം. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുന്നു, ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, അതിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അല്ല നിങ്ങൾ വേറൊരു ചാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കിൽ എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ AI തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ നോർമലി ഒരു മറ്റ് P ലെവലിലെ പേപ്പേഴ്സ് പോലെ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് AI യുടെ സഹായത്തോടെ സുഖമായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറയുന്ന കുറേ മോഡൽസ് ഒക്കെ ഉണ്ടല്ലോ, പെസ്റ്റൽ അനാലിസിസും പിന്നെ മക്കിൻസിന്റെ അങ്ങനെ ഒരു മോഡലുണ്ട്. ഒരുപാട് മോഡലുണ്ട്, റിസ്കിന് ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഡയറക്റ്റ്ലി വെറുതെ പോയി എഴുതി വെക്കരുത്. പിന്നെ നിങ്ങൾ എക്സാമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ 2-3 പ്രാവശ്യമൊന്നും പോയി എഴുതരുത് ഒരു ഒരു പോയിന്റ് തന്നെ. അതായത് ഒരു സെന്റൻസ് നിങ്ങൾ എന്തിനെങ്കിലും പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യരുത്. അത് നിങ്ങളുടെ മാർക്ക് ഫുള്ള് കംപ്ലീറ്റ്ലി അവർ എടുത്ത് കളയും. നിങ്ങൾക്ക് വേണ്ടുന്ന അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഫുൾ റിപ്പോർട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്, നമുക്ക് ടു ഉണ്ട്, ഫ്രം അഡ്രസ്സ്, ഡേറ്റും സബ്ജക്റ്റും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതൊരു ഇമെയിൽ ആയിരുന്നു. ഓക്കെ. അപ്പോൾ സല്യൂട്ടേഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം ഒരു റെക്കമെൻഡേഷനും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് റിഗാർഡ്സ് ഉണ്ടല്ലോ, അവസാനം ഒരു സല്യൂട്ടേഷൻ വെക്കില്ലേ, അതും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്റ്റ്, പിന്നെ ഈ സല്യൂട്ടേഷൻ, പിന്നെ അവസാനത്തെ നമ്മുടെ ഈ ഒരു കാര്യം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ പ്രൊഫഷണൽ മാർക്സ് ഉണ്ടല്ലോ, 20 മാർക്സ്, അതിലെ ആ മാർക്സ് ഒക്കെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീഴും. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അതായത് ക്വസ്റ്റ്യനിൽ പല കാര്യങ്ങളും പറയും. അപ്പോൾ ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഇമെയിൽ കണ്ട ഒബ്സർവേഷൻസ്, അത് ഞാൻ ഇപ്പം ഇതിന് AI തന്നൊരു ക്വസ്റ്റ്യനിൽ നിന്ന് ഞാൻ ആൻസർ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഒബ്സർവേഷൻ വെച്ചിട്ടുണ്ട്,
പിന്നെ കുറേ പെർസ്പെക്റ്റീവ്സ് ഞാൻ എഴുതി. പിന്നെ ഏറ്റവും അവസാനം റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ട്. റെക്കമെൻഡേഷൻ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. മിക്ക കാര്യത്തിനും റെക്കമെൻഡേഷൻ വേണം. അതായത് നിങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വേണ്ടി വരും. ഓക്കെ. ഇനി ആ, ഒരു ഫോർ എക്സാമ്പിൾ ഇത് ഇതൊരു ഹാൻഡ് ഔട്ടാണ്. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, ചെയ്യാൻ പാടില്ലാത്തതെന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും ഒരു ഉപകാരമുള്ള ഒരു കാര്യം, പലർക്കും എസ് പിയിൽ പഠിച്ചു തുടങ്ങുന്ന കുറേ പേർക്ക് ചില കാര്യങ്ങൾ അറിയുണ്ടാവില്ല. അതായത് ഇതിൽ കുറേ ഫോർമാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലെറ്ററും ഇമെയിലും മെമ്മോ ഒക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്, എന്ത് ടോണാണ് ഉപയോഗിക്കേണ്ടത്. ആം, അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഞാനിത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ടു ഫ്രം അഡ്രസ്സും ഇതെങ്ങനെയുള്ള കാര്യങ്ങൾ, റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഇതേപോലെ നെയിം, ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ, റെക്കമെൻഡേഷൻ, ഇതെല്ലാം നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് റിപ്പോർട്ടിൽ ആവശ്യമുള്ളതാണ്. പിന്നെ പ്രസൻറ്റേഷൻ സ്ലൈഡ് ഉണ്ട്. പ്രസൻറ്റേഷൻ സ്ലൈഡ് നമ്മൾ സ്പീക്കേഴ്സ് നോട്ടൊക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ പോയിന്റുകളൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. അതായത് നമുക്ക് ഒരു സ്ലൈഡ് ആണെങ്കിൽ പോലും ഫസ്റ്റ് സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ പോകുമല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്ലൈഡിൻ്റെ അവസാനം എന്തൊക്കെയാണ് എഴുതേണ്ടത്, പിന്നെ മറ്റേത് തുടങ്ങുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും അവസാനം നമുക്ക് താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമല്ലോ, നോർമലി ഒരു സ്ലൈഡ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ, ഒരു ബോർഡ് മീറ്റിങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ പണ്ട്. അപ്പം അതിൽ നമ്മൾ ഏറ്റവും അവസാനം ഒരു താങ്ക് യു ഒക്കെ പറയും, തുടക്കവും സല്യൂട്ടേഷനൊക്കെ ഉണ്ടാവും. പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. അതെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ഈ ബുള്ളറ്റ് പോയിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആ എടുത്ത് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അഡീഷണൽ ആയിട്ടൊന്നും വരാനും പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ പെർഫെക്ഷൻ എന്ന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 പേര് എക്സാം എഴുതുന്നെങ്കിൽ 10 ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും. ആ 10 ആൻസറും ശരിയായിരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിക്കുന്നത്, അതായത് ഏത് ടോണാണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ എഴുതണം. അപ്പോൾ ഇത് ഏത് ടോണാണെന്നൊക്കെ ഉള്ളത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ പ്രസ് റിലീസ്, ഇതൊക്കെ വളരെ സാധ്യത കുറവ് അല്ല, ഉണ്ടാവും, എന്നാലും സാധ്യത കുറവാണ് ചോദിക്കാനായിട്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഇമെയിലും പ്രസൻറ്റേഷൻ, ഫുൾ ഫ്ലെഡ്ജ് റിപ്പോർട്ടും, പിന്നെ നിങ്ങൾക്ക് ഒരു മെമ്മോറണ്ടോ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. ഇത് ബ്രീഫിംഗ് നോട്ട്, സോറി. ഈ ബ്രീഫിംഗ് നോട്ട് നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. ബ്രീഫിംഗ് നോട്ട്. പിന്നെ ഉള്ളത് പ്രൊജക്റ്റ് ഇനിഷ്യേഷൻ ഡോക്യുമെന്റ്. ഇത് ക്വസ്റ്റ്യൻ ഒക്കെ അത്ര പാടാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കൂ. നോർമലി ഇതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എപ്പോഴും നോക്കേണ്ട ഈ ബ്രീഫിംഗ് നോട്ടൊക്കെയാണ്. ഈ ബ്രീഫിംഗ് നോട്ടിൽ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചില ഇതിനകത്ത് ഇതാണ്ട് കൺക്ലൂഷൻ, റെക്കമെൻഡേഷൻ ഒന്നും ബ്രീഫിംഗ് നോട്ടിൽ വേണ്ട. അതെപ്പോഴും മനസ്സിലാക്കിക്കോണം. നമ്മൾ എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, മെമ്മോറണ്ടം ചോദിച്ചാലും ബ്രീഫിംഗ് നോട്ട് ചോദിച്ചാലും ഈ റിപ്പോർട്ട്, ഫുൾ ഫ്ലെഡ്ജ് റിപ്പോർട്ട് എങ്ങനെയാണോ എഴുതുന്നത് അത് അതേപോലെ എഴുതി വെക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ മാർക്ക് പോയി. ആ 20 മാർക്കിൽ നിന്ന് നമുക്ക് മാർക്കുകൾ കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കണ്ടന്റൊക്കെ ശരിയായിരിക്കും, പക്ഷെ അവർ നിങ്ങൾക്ക് ആ പ്രൊഫഷണൽ മാർക്കും തരില്ല, നല്ലപോലെ മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. നിങ്ങൾ എപ്പോഴും 45-നും 50-നും ഇടയ്ക്ക് വന്നിട്ട് ഫെയിൽ ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫോർമാറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഫോർമാറ്റ് ഫുള്ള് കറക്റ്റ് ആയിക്കണം. നിങ്ങൾ തുടക്കങ്ങളൊക്കെ എഴുതുമല്ലോ, ഒരു ഇൻട്രൊഡക്ഷനും പോലെയൊക്കെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും എഴുതി തുടങ്ങുമല്ലോ, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വേണം. അത്രേ ഉള്ളൂ. അത് എങ്ങനെയാണോ ക്ലോസ് ചെയ്യേണ്ടത് അതും ഉണ്ടായിരിക്കണം. നമ്മുടെ അകത്തെ കണ്ടന്റ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അവർക്ക് തന്നെ അറിയാം നമുക്ക് ഈ 3 മണിക്കൂർ കൊണ്ട് എത്രമാത്രം എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ പാസ്സാണ്. എസ് പി എല്ലിലെ മിക്ക ആൾക്കാർക്ക് 50-നും 60-നും ഇടയ്ക്കായിരിക്കും മാർക്ക്. അവരെല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അവരെല്ലാവരും നല്ലപോലെ ഈ ഫോർമാറ്റുകൾ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ കണ്ടന്റിന്റെ കാര്യമൊന്നും, നമുക്ക് ഗ്രാമർ മിസ്റ്റേക്കും അതൊന്നും അവർ അത്ര വലിയ കാര്യമാക്കുന്നില്ല. നമ്മുടെ ടോണ് നോക്കും. അതായത് കണ്ടന്റിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റിപ്പറ്റീഷൻ ഒഴിവാക്കുക. സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രീതിയിലൊക്കെ എഴുതി വയ്ക്കുക. സെയിം കാര്യം തന്നെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സുകളൊക്കെ മാറ്റിയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പോയി. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മാർക്കും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ.
അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ പ്രസൻറ്റേഷൻ സ്ലൈഡിലൊക്കെ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഉൾപ്പെടുത്താൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രീഫിംഗ് നോട്ടിൽ കൺക്ലൂഷൻ റെക്കമെൻഡേഷൻ ഒന്നും അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷുവറാണ് ഈ എക്സാം പാസ്സാവും. ഇത് വലിയ പാടുള്ള എക്സാം ഒന്നുമല്ല. ഇവർ ആകെപ്പാടെ നോക്കുന്നത് നമുക്ക് പ്രസൻറ്റേഷൻ സ്കില്ലുണ്ടോ, അതായത് നമുക്ക് ഒരു ബോർഡ് മീറ്റിങ്ങിൽ പോയാൽ നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു, അത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കഴിവുണ്ടോ എന്ന് മാത്രമാണ് ഈ എക്സാം ചെക്ക് ചെയ്യുന്നത്. ഇത് അത്ര വലിയ പാടുള്ള ഒരു എക്സാം അല്ല. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ 20 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിലെ ഒരു 15 മാർക്കും നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഫോർമാറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെപ്പറ്റേഷൻ ഒഴിവാക്കുക. നമ്മൾ അപ് ടു ദ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. എന്ത് തരത്തിലാണോ അവർ ചോദിക്കുന്നത് അതേപോലെ തന്നെ ആ ടോണിൽ തന്നെ എഴുതുക. അതാണ് ഇപ്പോൾ നമ്മളിത് റോഡ് ലേണിംഗ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു SPR എഴുതുവാണ്, അതിനകത്ത് നിങ്ങൾ ഒരുപാട് IFRS IASനെയൊക്കെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ചത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റും. ഇതിലും ശരിക്കും പറഞ്ഞാൽ 100% നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഈ AI പറഞ്ഞാൽ മതി നിങ്ങൾ എന്താണ് വേണ്ടതെന്ന്. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ തരിക, നമ്മളത് ആൻസർ ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് തരും. അത് ACC മെൻറ്ററെ പോലെ തന്നെ നിങ്ങൾ വാലുവേറ്ററെ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് എനിക്ക് തരിക. എന്നിട്ട് ഞാൻ എവിടൊക്കെയാണ് ഞാൻ ഇതൊന്ന് ശരിയാക്കേണ്ടത്, എൻ്റെ ഏതൊക്കെ രീതികളാണ് ശരിയാക്കേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം അവർ തന്നെ AI തന്നെ പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമാറ്റുകൾ പറ്റി അറിയത്തില്ല എങ്കിൽ പോലും നിങ്ങളിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. AI ചോദിച്ചാൽ മതി. അവർ തന്നെ നിങ്ങൾക്ക് ഈ ഫോർമാറ്റുകളെ പറ്റിയും ഏത് ടോണാണ് എഴുതേണ്ടതെന്ന് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങളുടെ പാസ്. ബാക്കി ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഫോർമാറ്റുകളും പിന്നെ റെപ്പറ്റേഷനൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഫോർമാറ്റ് വയ്ക്കുക, റെപ്പറ്റേഷൻ ഒഴിവാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഷുവർ പാസ് തന്നെയാണ്. നിങ്ങൾക്ക് വേറെ ഒരു റിസ്ക് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ഈ SSL ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഒരു 51% പാസ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കി തോൽവിൻ്റെ 49 പേരും ഇതൊന്നും ഈ പഠിക്കാനിട്ടോ അല്ലെങ്കിൽ SPL പഠിക്കാനിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും വായിക്കാനിട്ടോ ഒന്നും ആയിരിക്കത്തില്ല തോറ്റത്. അവർ ഫെയിലായത് എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ഫോർമാറ്റുകളൊന്നുമില്ല. എങ്ങനെയും എഴുതി വെക്കും. ചിലവർ കംപ്ലീറ്റ് ചെയ്യത്തില്ല. 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻ എഴുതത്തില്ല, 3 എഴുതൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ ഫെയിൽ ആവത്തുള്ളൂ. ഞാൻ ഉറപ്പായിട്ടും ഒരു കാര്യം പറയാം, നിങ്ങൾ 4 ക്വസ്റ്റ്യനും ഇതേ ഫോർമാറ്റ് ഉൾപ്പെടെ ആ ഒരു ടോണിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ പാസ്സാണ്. 50-60 ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും. നിങ്ങൾ ഒരു കാരണവശാലും ഈ എക്സാം ഫെയിൽ ആവത്തില്ല. മറ്റ് എക്സാം പോലെയൊന്നും അല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈസിയാണ്. ഈ ഫെയിൽ ആവുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഫോർമാറ്റുകൾ. അപ്പോൾ ഇത് തന്നെ ഉള്ളൂ. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോ മറ്റോ ചോദിച്ചാലും മതി. അപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞ് തരുന്നതായിരിക്കും. ഓക്കെ.